എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ജയ്പൂരിലെ ജന്തർ മന്ദർ എന്ന ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? ജയ്പൂരിലെ ജന്തർ മന്ദർ എന്ന ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? 2010. ഓപ്ഷൻ സി 2010. ജയ്പൂരിലെ ജന്തർ മന്ദർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2010 മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ചതാണ് ജന്തർ മന്ദർ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലിൽ തീർത്ത സൂര്യഘടികാരം ഇവിടെയാണ് ഉള്ളത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വിപ്ലവ പ്രസ്ഥാനമായ ഗദർ പാർട്ടി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? അതിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി ആരാണ്? വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വിപ്ലവ പ്രസ്ഥാനമായ ഗദർ പാർട്ടി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? അതിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തി ആരാണ്? അമേരിക്ക. നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ച ഗദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് സ്ഥാപിതമായത്. ലാല ഹർദയാൽ പാർട്ടിയുടെ പ്രധാന സംഘാടകനും ആദർശപരമായ മാർഗനിർദ്ദേശിയുമായിരുന്നു. സോഹൻ സിംഗ് ഭക്ന ഗദർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റുമായിരുന്നു. സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ്? സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1897. സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1897. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ഒരേ ഒരു മലയാളിയാണ് അദ്ദേഹം. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നടന്ന കോൺഗ്രസിന്റെ 13ാമത് വാർഷിക സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന ബഹുമതിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന ബഹുമതിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് വിവരിക്കുന്ന ചോർച്ച സിദ്ധാന്തം അദ്ദേഹം തന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന ബഹുമതിയിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവായിരുന്നു ദാദാഭായ് നവറോജി. കേരള ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായ ഉദയംപേരൂർ സൂനഹദോസ് നടന്നത് ഏത് വർഷമാണ്? കേരള ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായ ഉദയംപേരൂർ സൂനഹദോസ് നടന്നത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ സി 1599. കേരള ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ഉദയംപേരൂർ സൂനഹദോസ് നടന്നത് 1599. ഗോവ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സോ ഡെ മെനസിസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിലെ തീരുമാനങ്ങളോടുള്ള പ്രതിഷേധമായി കേരള സഭാ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന സംഭവമായ കൂനൻ കുരിശ് സത്യം 1653 നടക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി കോൺവാലിസ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ലോർഡ് കോൺവാലിസ് ആയിരുന്നു. 1793 ഈ വ്യവസ്ഥ നിലവിൽ വന്നത്. ഇത് ജമീന്ദാരി സിസ്റ്റം, ജമീന്ദാരി സമ്പ്രദായം എന്നും അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന സന്യാസി ഫക്കീർ കലാപത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയവർ താഴെ പറയുന്നവരിൽ ആരായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന സന്യാസി ഫക്കീർ കലാപത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയവർ താഴെ പറയുന്നവരിൽ ആരായിരുന്നു? ഓപ്ഷൻ ബി ഭവാനി പഥക് മജ്നു ഷാ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന സന്യാസി ഫക്കീർ കലാപത്തിന് പ്രധാനമായി നേതൃത്വം നൽകിയവർ ഭവാനി പഥക്കും മജ്നു ഷാവുമായിരുന്നു. 1760കളിൽ ബംഗാളിൽ ആരംഭിച്ച ഈ സമരം പട്ടിണി, തീർത്ഥാടക നികുതി, ബ്രിട്ടീഷ് ചൂഷണം എന്നിവയ്ക്കെതിരെയായിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രശസ്ത നോവലായ ആനന്ദമഠം ഈ കലാപത്തെ ആസ്പദമാക്കി രചിച്ചതാണ്. പ്രസിദ്ധ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ മഹാശ്വേതാ ദേവി ആദിവാസി നേതാവായ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച വിഖ്യാത നോവൽ ഏതാണ്? പ്രസിദ്ധ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ മഹാശ്വേതാ ദേവി ആദിവാസി നേതാവായ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച വിഖ്യാത നോവൽ ഏതാണ്?
ആരണ്യർ അധികാർ. മഹേശ്വര ദേവി ബിർസ മുണ്ടയുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും ആസ്പദമാക്കി രചിച്ച വിഖ്യാത നോവലാണ് ആരണ്യർ അധികാർ. ലീല സർക്കാർ ആരണ്യത്തിന്റെ അധികാരം എന്ന പേരിൽ ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ഏത് തീയതിയിലാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ഏത് തീയതിയിലായിരുന്നു? ഓപ്ഷൻ ബി 1857 ഏപ്രിൽ 8. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ ഭടനായിരുന്നു മംഗൾ പാണ്ഡെ. 1857 മാർച്ച് 29 ബാരക്പൂരിൽ വെച്ച് തന്റെ മേലുദ്യോഗസ്ഥരായ 2 ബ്രിട്ടീഷ് ഓഫീസർമാരെ ആക്രമിച്ചതിനാലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബീഹാറിലെ ആറ എന്ന സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബീഹാറിലെ ആറ എന്ന സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ സി കൻവർ സിംഗ്. 1857 വിപ്ലവകാലത്ത് ബീഹാറിലെ ആറ എന്ന സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആയിരുന്നു. വില്യം കോൺറാഡ് റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം ഏതാണ്? വില്യം കോൺറാഡ് റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895. വില്യം കോൺറാഡ് റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത് 1895 ഈ കണ്ടുപിടുത്തത്തിന് 1901 ഭൗതിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഒരു മുതിർന്ന മനുഷ്യന്റെ നട്ടെല്ലിൽ എത്ര കശേരുക്കളാണ് ഉള്ളത്? ഒരു മുതിർന്ന മനുഷ്യന്റെ നട്ടെല്ലിൽ എത്ര കശേരുക്കളാണ് ഉള്ളത്? ഓപ്ഷൻ എ 26. ഒരു മുതിർന്ന മനുഷ്യന്റെ നട്ടെല്ലിൽ 26 കശേരുക്കളാണുള്ളത്. എന്നാൽ ജനന സമയത്ത് കുട്ടികളിൽ ഇത് 33 കശേരുക്കളായിരിക്കും. കുട്ടി വളരുന്നതിനനുസരിച്ച് നട്ടെല്ലിന്റെ താഴേറ്റത്തുള്ള ചില കശേരുക്കൾ തമ്മിൽ കൂടിച്ചേരുന്നതിനാലാണ് മുതിർന്നവരിൽ ഇവയുടെ എണ്ണം 26 കുറയുന്നത്. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് സംസ്ഥാനത്തിലാണ്? ഝാർഖണ്ഡ്. ബൊക്കാറോ ഉരുക്കുശാല ഝാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഈ പ്ലാന്റ് നിർമ്മിച്ചത്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കന്നഡ ഭാഷയിൽ അപ്പിക്കോ എന്നാൽ കെട്ടിപ്പിടിക്കുക എന്നാണ് അർത്ഥം. ഉത്തരേന്ത്യയിലെ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മാതൃകയിലാണ് ഇത് രൂപം കൊണ്ടത്. വനനശീകരണത്തിനെതിരെ മരങ്ങളെ കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കുക എന്നതായിരുന്നു സമരരീതി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര്? SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻ സി കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ ആയിരുന്നു. 1903 SNDP യോഗം സ്ഥാപിതമായത്. ശ്രീനാരായണ ഗുരു ആയിരുന്നു സംഘടനയുടെ ആജീവനാന്ത അധ്യക്ഷൻ. സ്വർണ ജയന്തി സ്വരോസ്ഗാർ യോജനയുടെ പുതിയ രൂപം. സ്വർണ ജയന്തി സ്വരോസ്ഗാർ യോജനയുടെ പുതിയ രൂപം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. സ്വർണ ജയന്തി സ്വരോസ്ഗാർ യോജന നിലവിൽ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് 212. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് 212 ആണ്. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻ ബി അയർലൻഡ്. ആലപ്പുഴയിൽ ഇന്ത്യയിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ അയർലൻഡ് സ്വദേശിയായിരുന്നു.
സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. ഓപ്ഷൻ സി, സേവന അവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യസമയത്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. കേരളത്തിൽ ഈ നിയമം നിലവിൽ വന്നത് 2012 സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? കൃഷ്ണഗാഥയുടെ കർത്താവ് ഓപ്ഷൻ ഡി, ചെറുശ്ശേരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്? വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ, സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. കഠിനജലത്തെ മൃദുജലമാക്കാനും അലക്കാനുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ്? പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ഓപ്ഷൻ ഡി, ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷത്തിനുള്ള, റേബീസിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ്. 1885 അദ്ദേഹം ആദ്യമായി മനുഷ്യനിൽ ഈ വാക്സിൻ വിജയകരമായി പരീക്ഷിച്ചത്. 1885. പാൽ കേടാകാതെ സൂക്ഷിക്കുന്ന പ്രക്രിയയായ പാസ്ചറൈസേഷൻ രീതി കണ്ടുപിടിച്ചതും ഇദ്ദേഹമാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ ബി, പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്, ആഗ്നേയഗ്രന്ഥിയാണ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഹോർമോൺ നിർമ്മിക്കുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയാണ് ഇൻസുലിന്റെ പ്രധാന ധർമ്മം. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, ത്രിപുര. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി ത്രിപുരയിലാണ് സ്ഥാപിച്ചത്. ത്രിപുര പോലീസിന്റെ കീഴിൽ അഗർത്തലയിലാണ് ഈ ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. ഏത് വൈറ്റമിനാണ് രാസപരമായി പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? ഏത് വൈറ്റമിനാണ് രാസപരമായി പാൻറ്റോതെനിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി, വൈറ്റമിൻ B5. രാസപരമായി പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B5 ആണ്. പീസ്, ലാൻഡ് ആൻഡ് ബ്രെഡ്, സമാധാനം, ഭൂമി, ആഹാരം എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീസ്, ലാൻഡ് ആൻഡ് ബ്രെഡ് എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, റഷ്യൻ വിപ്ലവം. പീസ്, ലാൻഡ് ആൻഡ് ബ്രെഡ്, സമാധാനം, ഭൂമി, ആഹാരം എന്ന മുദ്രാവാക്യം 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോൾഷെവിക് നേതാവായ വ്ളാഡിമിർ ലെനിനാണ് ഈ വിഖ്യാതമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമായി പുറത്തിറങ്ങിയ കൃതി ഏതാണ്? ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമായി പുറത്തിറങ്ങിയ കൃതി ഓപ്ഷൻ എ, മദർ മേരി കംസ് ടു മീ. ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയിയുടെ ഓർമ്മക്കുറിപ്പുകളായി പുറത്തിറങ്ങിയ കൃതി മദർ മേരി കംസ് ടു മീ ആണ്. കേരളത്തിന്റെ 23ാമത് ഗവർണർ. കേരളത്തിന്റെ 23ാമത് ഗവർണർ ഓപ്ഷൻ ഡി, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിന്റെ 23ാമത് ഗവർണർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. 1812 കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി, TH ബേബർ. 1812 കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ TH ബേബർ, തോമസ് ഹാർവി ബേബർ ആയിരുന്നു. താഴെ നൽകിയവയിൽ ഏതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ? നൽകിയിട്ടുള്ളവയിൽ ഏതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ?
ഓപ്ഷൻ സി മയോപ്പിയ. മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അകലെയുള്ളവ മങ്ങിക്കാണുന്ന അവസ്ഥയാണ്. റെറ്റിനയ്ക്ക് മുന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നതിനാലാണ് ഇത് കാരണമാകുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എത്ര? ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ തുല്യമായിരിക്കും. സാധാരണഗതിയിൽ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുകയും തലച്ചോറ് തീനി എന്നറിയപ്പെടുകയും ചെയ്യുന്ന അമീബ വകഭേദം ഏതാണ്? തന്നിരിക്കുന്നവയിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുകയും തലച്ചോറ് തീനി എന്നറിയപ്പെടുകയും ചെയ്യുന്ന അമീബ വകഭേദം ഏതാണ്? ഓപ്ഷൻ ബി നെഗ്ലേരിയ ഫൗളേരി. കേരള സർക്കാർ പോലീസ്, ആരോഗ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാർ പോലീസ്, ആരോഗ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 112. 112 കേരള സർക്കാർ ആരോഗ്യം, ഫയർഫോഴ്സ്, റെസ്ക്യൂ തുടങ്ങിയ എല്ലാ അടിയന്തര സേവനങ്ങൾക്കും വേണ്ടി നിലവിൽ കൊണ്ടുവന്ന പൊതുവായ ഹെൽപ്പ് ലൈൻ നമ്പർ. മുൻപുണ്ടായിരുന്ന പോലീസ് 100, ഫയർഫോഴ്സ് 101, ആംബുലൻസ് 108 എന്നീ നമ്പറുകളെയെല്ലാം ഇപ്പോൾ 112 എന്ന ഒറ്റ നമ്പറിലേക്ക് സംയോജിപ്പിച്ചിരിക്കുകയാണ്. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? ഓപ്ഷൻ എ വിയ്യപുരം ചുണ്ടൻ. 2025 നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിയ്യപുരം ചുണ്ടൻ കിരീടം ചൂടി. BBC കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയാണ് വിയ്യപുരം ചുണ്ടനെ വിജയത്തിലെത്തിച്ചത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനം 2025 സ്വീകരിച്ച പ്രമേയം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനം 2025 സ്വീകരിച്ച പ്രമേയം ഏതായിരുന്നു? ഓപ്ഷൻ ബി ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനം 2025 പ്രമേയമായിരുന്നത് ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക് എന്നതാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ സി ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ശെന്തുരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ട, ചുലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോട്. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി 2ഉം 4ഉം. ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്, ആറളം വന്യജീവി സങ്കേതം കണ്ണൂരും. പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? ഓപ്ഷൻ സി 4 മാത്രം. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 130. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. കേരളത്തിൽ നിലവിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്.
10 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം. 10 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതായിരുന്നു? ഓപ്ഷൻ സി, ആസ്ട്രോസാറ്റ്. 10 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ആസ്ട്രോസാറ്റ് ആണ്. 2015 സെപ്റ്റംബർ 28 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് PSLV C-30 റോക്കറ്റിൽ ഇത് വിക്ഷേപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്തുകയും EV ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതി. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്തുകയും EV ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി, PM E-Drive. PM E-Drive എന്ന പദ്ധതിയാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്തുകയും EV ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതി. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻ സി, കോൾഡ് ഡെസേർട്ട്. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ് WNBR പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ കേന്ദ്രം ഹിമാചൽ പ്രദേശിലെ കോൾഡ് ഡെസേർട്ട് ആണ്. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചിൽ നിന്നും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചിൽ നിന്നും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതായിരുന്നു? ഓപ്ഷൻ സി, അഗ്നി പ്രൈം. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചിൽ നിന്നും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലായിരുന്നു അഗ്നി പ്രൈം. കേരള രാജ്ഭവന്റെ ഔദ്യോഗിക ഇൻ-ഹൗസ് മാസികയുടെ പേര്. കേരള രാജ്ഭവന്റെ ഔദ്യോഗിക ഇൻ-ഹൗസ് മാസികയുടെ പേര്? ഓപ്ഷൻ എ, രാജഹംസം. കേരള രാജ്ഭവന്റെ ഔദ്യോഗിക ഇൻ-ഹൗസ് മാസികയുടെ പേരാണ് രാജഹംസം. രാജ്യത്തെ പണമിടപാട് സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി പേയ്മെന്റ്സ് റെഗുലേറ്ററി ബോർഡ് രൂപീകരിച്ചത്. രാജ്യത്തെ പണമിടപാട് സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി പേയ്മെന്റ്സ് റെഗുലേറ്ററി ബോർഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ബി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ പണമിടപാട് സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി പേയ്മെന്റ്സ് റെഗുലേറ്ററി ബോർഡ് രൂപീകരിച്ചത്. ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ്. ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? ഓപ്ഷൻ ഡി, സുരേഖ യാദവ്. ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് ആണ്. സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിച്ച ആദ്യ വനിതാ ലോക്കോ പൈലറ്റും ഇവരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? ഓപ്ഷൻ എ, നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, കൊച്ചി. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനും കേരളത്തിലെ കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡിന്റെ സിയാലിന്റെ നേതൃത്വത്തിൽ BPCL ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. BPCL. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി, മുംബൈ വൺ. മുംബൈ വൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ്. മെട്രോ, മോണോറെയിൽ, ലോക്കൽ ട്രെയിനുകൾ, ബസ്സുകൾ തുടങ്ങി 11 വ്യത്യസ്ത പൊതുഗതാഗത സംവിധാനങ്ങളെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരികയാണ് മുംബൈ വൺ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.